IIT ഡൽഹിയിൽ ഞങ്ങൾക്കൊരു ആശയമുണ്ടായിരുന്നു. ചില കമ്പനികളെ ഞങ്ങൾ സ്വപ്ന കമ്പനികൾ എന്ന് വിളിച്ചു. IIM അഹമ്മദാബാദിൽ അത് ഡേ സീറോ കമ്പനികൾ എന്നായി മാറി. അർത്ഥമൊന്നു തന്നെ, സ്വപ്ന കമ്പനികൾ. അങ്ങനെ ഞാൻ പ്ലേസ്മെന്റ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഒരു ദിവസം ഒരു മീറ്റിംഗ് നടക്കുന്നു. ചില അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ക്യാമ്പസ് മുഴുവൻ ഒരേ സ്വപ്നം കാണുന്നത്? അത് എങ്ങനെ സാധ്യമാകും? നമുക്കെല്ലാവർക്കും ഒരേ ഭക്ഷണത്തോടല്ല ഇഷ്ടം. അതിൽ അസ്വാഭാവികമായ ഒരു ഏകതയുണ്ടെങ്കിൽ പോലും കുറഞ്ഞത് ചില വ്യത്യാസങ്ങളെങ്കിലും അവിടെയുണ്ട്. ആൺകുട്ടികളെന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരേ പെൺകുട്ടിയെ പ്രണയിക്കാറില്ല. ക്യാമ്പസിലെ എല്ലാവർക്കും അവളാണ് സ്വപ്ന കന്യക എന്ന് നമ്മൾ പറയാറില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കമ്പനി എല്ലാവർക്കും സ്വപ്ന കമ്പനി ആകുന്നത്? തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്, വലിയ കുഴപ്പമുണ്ട്. എല്ലാവരും ഒരേ വഴിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഞാൻ എന്നൊന്നില്ല. ലോകവും അതിൻ്റെ ഭയവും അടിമത്തവും മാത്രമേയുള്ളൂ. ഒരു അടിമയ്ക്ക് സ്വന്തമായൊരു വ്യക്തിത്വമില്ല. ഒരു അടിമയ്ക്ക് സ്വന്തമായി എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമോ? അവിടെ വ്യക്തിത്വമില്ല, അടിമത്തം മാത്രമേ ഉള്ളൂ.